ഈ കള്ളവടി വെക്കാൻ പോകുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അത് ഒളിഞ്ഞ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. തെളിഞ്ഞ് ചെയ്താൽ മൂഞ്ചും. അതുപോലെ താണ്ടെ വേറൊരു പരിപാടി താണ്ടെ നിങ്ങൾ സോഷ്യൽ മീഡിയ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ഹൈവേയുടെ മേളിൽ കൂടെ അക്വഡക്റ്റ് പോകുന്നു, അതിൽ കുറെ ആളുകൾ നീന്തി കുളിക്കുന്നു, വീഡിയോ വൈറലായി. ഇതും ഒളിഞ്ഞ് ചെയ്യേണ്ട കാര്യമാണ്. തെളിഞ്ഞ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ഭയങ്കര പ്രകൃതിദത്തമാണ്, പ്രകൃതിയുടെ വിന്യാസമാണ്, പ്രകൃതിയുടെ മനോഹാരിതയാണ് ഈ കാണിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ മൂഞ്ചി. അതുള്ള അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം ഈ വീഡിയോ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഒരു സൈഡ് കൈവരി ഉണ്ട്, മറ്റേ സൈഡിൽ കൈവരി പോലും ഇല്ല. അതിലേക്കൂടെ ചിലരൊക്കെ നടക്കുന്ന നിൽക്കുന്നതൊക്കെ ഉണ്ട്. ചുണ്ണയും കുത്തി താഴെ വീണ് കഴിഞ്ഞാൽ അവന്മാർക്ക് മാത്രമേ ഉള്ളൂ നഷ്ടം. ഇവിടെ ഒരുപാട് പേര് കുളിക്കാനും ആസ്വദിക്കാനും വരുന്നുണ്ട്. അവർ ചിലപ്പോൾ നല്ല രീതിയിലായിരിക്കും കുളിച്ച് ആസ്വദിച്ച് പോകുന്നത്. പക്ഷെ ഒരു വേട്ടാവളിയിൽ അപ്പുറം സൈഡിൽ നിന്നിട്ട് ചുണ്ണയും കുത്തി താഴെ വീണാൽ മതി, മൂഞ്ചും മൊത്തത്തിൽ. എന്തായാലും അതിന് തീരുമാനമായിട്ടുണ്ട്. പക്ഷെ ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ഒരുപക്ഷെ നാട്ടുകാർ പോലും ആയിരിക്കത്തില്ല ഈ ഒരു ട്രോൺ ദിശ എടുത്തിട്ടത്. ഇപ്പൊ ആരാ മൂഞ്ചത്? ഇവിടെ കുളിക്കാൻ വരുന്നവര് മൂഞ്ചി, മൊത്തത്തിൽ മൂഞ്ചിയല്ല. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഒളിഞ്ഞ് ചെയ്യണം. തെളിഞ്ഞ് ചെയ്താൽ ഇതുപോലെ മൂഞ്ചുന്നാണ്ട് അതിന്റെ ആഫ്റ്റർ എഫക്ട് ഇതാവുന്ന കണ്ടോ. പലരും ഇത് AI ആന്നൊക്കെ പറഞ്ഞു, പക്ഷെ അതിന്റെ ആഫ്റ്റർ സാധനം വന്നു കഴിഞ്ഞപ്പോഴാണ് റിയാലിറ്റി പുറത്തു വന്നത്. കണ്ടോ. എന്റെ കൂടെ ഉള്ളത് എന്റെ ക്ലോസ് ഫ്രണ്ട് ആണ് മിസ്റ്റർ വിവേക്. പുള്ളിയാണ് ഇവിടുത്തെ അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ കയറാൻ പാടില്ല എന്ന് പറയുന്നത് കാരണം? ഇവിടെ കയറാൻ പാടില്ല എന്ന് പറയുന്ന കാരണം ഇവിടെ അപകട സാധ്യതയുള്ള സ്ഥലമാണ്. ഇത് ബീച്ച് ഇറിഗേഷൻ പ്രോജക്ടിന്റെ ഭാഗം അക്വഡക്റ്റ് ആണ്. ഇതില് ഇൻസ്പെക്ഷൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു പാത്വേ ആണ് ഇത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വീണ് പോകാൻ സാധ്യതയുണ്ട്. പോരാത്തിന് മുകളിൽ ഇവിടെ ഹൈ ടെൻഷൻ ലൈൻ പോകുന്നുണ്ട്. പിന്നെ താഴത്തെ നാഷണൽ ഹൈവേ ഉണ്ട്. ഒരു അപ്പുറത്തൊന്നും ഒരു എന്താ പറയാ സേഫ്റ്റി ഒന്നും ഇല്ല. നമ്മള് വീണ് കഴിഞ്ഞാൽ തട്ടിപ്പോയി, വേറെ ഒന്നും നോക്കാനില്ല ഇതിനകത്ത്. അപ്പൊ അത്ര സേഫ് ഒന്നല്ല. വർഷത്തിലാകെ 2 മാസം അതിനകത്ത് വെള്ളം ഉണ്ടാവുള്ളൂ. മെയിൻ വെള്ളം വിടുന്ന ആളാണ് നിൽക്കുന്നത്. ഇതുപോലെ നല്ല വേനൽക്കാലത്ത് ഇതുപോലെ നല്ല വെള്ളം കാണുമ്പോൾ എല്ലാവർക്കും ഒന്ന് ചാടി കുളിക്കാനൊക്കെ തോന്നും. പക്ഷെ നമ്മൾ എപ്പോഴും ആലോചിക്കുക, ഏറ്റവും വലുത് നമ്മുടെ ജീവനാണ്. പല റീൽസ് കാണുന്നുണ്ടാവും, എല്ലാവരും ഡ്രോൺ വീഡിയോസ് ആണ്, അവരാരും വെള്ളത്തിൽ ഇറങ്ങുന്നില്ല. ഈവൻ ഞാൻ പോലും ഇപ്പോൾ കയറുന്നത് ഇവരുടെ അനുഭവത്തോടു കൂടി നിങ്ങൾക്ക് ഒരു ഇമ്പാക്ട് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ്. വളരെ സിമ്പിൾ ആയിട്ട് ചിന്തിച്ച് നോക്ക്. നിങ്ങളുടെ ഒരു 10-12 വയസ്സുള്ള ഒരു കുഞ്ഞ്, ഒരു മോൻ ആ സൈഡിൽ, ആ കൈവരിയില്ലാത്ത സൈഡിൽ കൂടെ നടന്നു പോകുന്നു, ചുണ്ണയും കുത്തി താഴെ വീഴുന്നു. ആ സമയത്ത് നിങ്ങളിത് പറയുമോ? എങ്കിൽ ഒട്ടും സേഫ്റ്റി ഇല്ല. താഴെ വീണ് ചുണ്ണ കുത്തി തീർന്നില്ലെങ്കിൽ തന്നെ KSRTC ബസ് കയറി തീരും. ആ ഒരു അവസ്ഥ കണ്ടല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കുക. അല്ലാതെ എന്നെ കുറ്റം പറയാനോ ചീത്ത വിളിക്കാനോ നിൽക്കുക. നിങ്ങൾ സേഫ്റ്റി പരമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. അതല്ലെന്നുണ്ടെങ്കിൽ നാട്ടിലെ കുളങ്ങളോ കാര്യങ്ങളോ വൃത്തിയാക്കി അതിൽ നിങ്ങൾ ഈ പരിപാടി നീന്തലും കാര്യങ്ങളും ചെയ്യുക. നീന്താൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിലോ നിങ്ങളുടെ വേണ്ടപ്പെട്ട അധികാരികളോട് ചോദിച്ചിട്ട് മേടിക്കുക. നീന്തൽക്കുളം മസ്റ്റാണ്. അല്ല അത് ഈ ചുണ്ണയും കുത്തി വീഴുന്ന പരിപാടിക്ക് നിൽക്കാതിരിക്കുക. അതല്ല ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഒളിഞ്ഞ് ചെയ്യുക. കള്ളവെടി പോലെ. സ്മെൽത്ത് ഓഫ് കെട്ടിയിട്ടാലും പൊട്ടി മുളയ്ക്കണം.